വീട്ടിൽ ഗേറ്റ് ചാടി മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഡ്രൈവർ രജിത്ത് അപ്പോൾ ആരാന്നറിയുന്നില്ല. തുറന്നപ്പോൾ യൂണിഫോമിലൊരു പോലീസുകാരുണ്ട്, ക്രൈംബ്രാഞ്ചാണ്, ഞങ്ങളെ കൂടെ വരണം. പോയി അന്ന് ഏതാണ്ട് ഒരു വൈകിട്ട് 6 മണി വരെ 7 സ്ഥലത്ത് തിരിപ്പിച്ചു. ഒരു 3:30 വിട്ടു, പുലർച്ചെ 3:30 വിട്ടു. അങ്ങനെ പിറ്റേത് രാവിലെ വരുന്നു, നിങ്ങളെ വൈഫിനെ കാണണം, അതിൻ്റെ തലേ ഒന്നുകൂടെ കാണണം. ഇത് തന്നെ പണിയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. മൊത്തത്തിൽ ക്രൈംബ്രാഞ്ച് 3-4 പ്രാവശ്യം വിളിച്ചു. മറ്റേ പോലീസ് വിളിച്ചതിന് എണ്ണം എനിക്ക് വരാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഹറാസ് ചെയ്യുന്ന സാർ രാവിലെ 3 മണിക്കൊക്കെ വിളിച്ച് ഉറക്കത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് രാത്രി പിറ്റേന്ന് 3 മണിക്കൊക്കെ സ്ഥലത്ത് എത്തിപ്പിച്ച് നമ്മളെ ചോദിക്കുക എന്താ പറയേണ്ടത്. ഞങ്ങൾക്ക് കേൾക്കാത്ത തോന്നിയാസങ്ങളുമില്ല. വൈഫിൻ്റെ ഫോൺ വാങ്ങിച്ചു. എൻ്റെ ഒരു ഫോൺ ആദ്യം വാങ്ങിച്ചു. കാറ് എടുത്തുകൊണ്ട് പോയി. കാർ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. 10 സമയത്തായിട്ട് അത്രേ ഉള്ളൂ. കാറിൽ എന്തോ നോക്കണം പോലെ, കാരണം അത് എന്തോ ഇയാൾ അറിയില്ല, ഞങ്ങൾക്ക് പറ്റി അത്ര അറിയില്ല. കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ എന്താ ചോദിക്കുന്നത്? അവസാനം മാമിയെ കണ്ട കാര്യങ്ങളൊക്കെയാണോ ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അറിയാത്ത ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും ഉത്തരം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അന്നിട്ട് ഡ്രസ്സൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അന്നെന്ത് കഴിച്ച് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റുക വെച്ചാൽ ഞങ്ങൾ പറയാനിട്ടല്ല, ഞങ്ങൾക്ക് അറിയാനിട്ടാ. 2 കൊല്ലം മുന്നേ നിങ്ങൾ ചായ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിന് ഞങ്ങൾ ചിത്രണ്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്കറിയുന്നതല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരെങ്കിലും അറിയില്ല. അയാൾ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അങ്ങോട്ടാ പോകുന്നത്. ലാസ്റ്റിൽ അയാൾ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു. പള്ളിയിലെ പിന്നെ ഇമാമെന്നൊന്നും പറയാൻ തോന്നുന്നു, പള്ളി നിസ്കരിക്കുന്ന ആൾക്ക്. അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ കണ്ടിട്ടുണ്ടെന്നുണ്ട്. പക്ഷെ അയാൾ കണ്ടതൊന്നും ചിത്രത്തിലില്ല. ഞാൻ കണ്ടു തന്നെയുള്ളൂ, ചിത്രത്തിലുള്ളൂ. ആരോ ഒന്നുകിൽ എന്നെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കേസ് ഉറപ്പാണ്. ഒന്നും പറഞ്ഞില്ല. ഈ പോകുന്നതെന്ന് വെച്ചാൽ ഈ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ, പക്ഷേ ഇങ്ങനെ കാണാതെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ വിടില്ലല്ലോ. പള്ളിയുടെ സുഹൃത്ത് അങ്ങനെ കാണാതെ ഞാൻ വിടില്ലല്ലോ. മാമിയുടെ വാഹനം ഇല്ലാതെയാണ് പുറത്തേക്ക് പോകുന്നത് പള്ളിയിൽ നിന്ന്. കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാറ് പിന്നീട് പോയി കൊണ്ടുവച്ചാണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അല്ല, അവിടെ പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് കാറെടുത്ത് പോയിട്ട് പിന്നീട് കൊണ്ടുവച്ചാണോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. പള്ളിയിലേക്ക് പോകുന്ന ഏതാണ്ട് ഒരു 6:30 ശേഷം എൻ്റെ ഒരു ഓർമ്മ. അല്ലല്ല, ഞാൻ എൻ്റെ ബുള്ളറ്റും ഒരു കാറിലായിരുന്നു. അതായിരിക്കാം. അല്ല, ഈ മാമീനെ ലാസ്റ്റ് തലക്കുളത്ത് ഭാഗത്താണ് അദ്ദേഹം വന്നിരുന്നത് പറയുന്നത്, ടവർ ലൊക്കേഷൻ കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ തലക്കുളത്ത് മാമിക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയുമോ? കണക്ഷൻസ് എന്നാൽ ഈ ബ്രോക്കർ മടയിലുള്ള ഒരുപാട് കണക്ഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ അവിടെ പ്രത്യേകം എല്ലാവരും ഉണ്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ വീട്ടിലേക്കും ആ ഭാഗത്തേക്കും വന്നില്ല? ഇല്ല, വീട്ടിൽ വന്നില്ല. ഈ ലാസ്റ്റ് ദിവസം വീട്ടിലേക്ക് വന്നിട്ടില്ല? എൻ്റെ വീട്ടിൽ വന്നില്ല. ഈ അവസാന ടവർ ലൊക്കേഷൻ വന്നത് തലക്കുളത്തൂരാണെന്ന് പറയുന്നു. വീട് തലക്കുളത്തൂരാണോ? അല്ല, എൻ്റെ വീട് പുള്ളാടിക്കുന്ന. ഒരേ ഏരിയ ആണ്. 2-3 സ്റ്റോപ്പ് അപ്പുറത്താണ് തലക്കുളത്തൂർ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്രൈംബ്രാഞ്ചും പോലീസും. അതെ, അതായിരിക്കാം. ചിലപ്പോൾ അത് അങ്ങനെ ആവാം. കാരണം അയാളെ ഫോണ് മാത്രം എൻ്റെ ബാഗ് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പ്രതിയായി മാറിയല്ലോ. അല്ല, ആ സമയത്ത് അവിടെ എന്തെങ്കിലും ഇടപാടുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു? തലക്കത്തൂർ ഇടപാട് എൻ്റെ ഓർമ്മയിലില്ല. ചെയ്തിട്ടില്ല? ഇല്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് തലക്കലത്തൂർ സ്ഥലത്ത് കളിക്കാൻ പോകലുണ്ട്. രാവിലെ കളിക്കാൻ പോകലുണ്ട്, ഷട്ടിൽ കളിക്കാൻ പോകലുണ്ട്. സ്ഥിരമായിട്ട് പോകാറുണ്ട്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് പോകാറുണ്ട്. രാവിലെ പോവാം. രാവിലെ 5 മണിക്ക് കളിക്കാൻ പോകാറുണ്ട്. പള്ളി കഴിഞ്ഞ് ഡ്യൂട്ടിയിലേക്ക് ഞാൻ എൻ്റെ അമ്മൻ്റെ അടുത്തേക്ക് വരണം ചോദിച്ചാൽ വന്നത്. അമ്മൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇവരുടെ കാത്തുക്കായിരുന്നു. ഞാൻ വേഗം വരാം കാത്തുക്കായിരുന്നു. എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ അന്നെന്തോ ഒരു ഗണപതിൻ്റെ എന്തോ ഒരു ജാത്ര ഉണ്ടായിട്ട് ടൗണൊക്കെ ബ്ലോക്കായിരുന്നു. എന്താണെന്ന് ഗണപതി